സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ദിവസം ഒന്നര ദിവസം കൂടിയുണ്ട് അടുത്ത സർവീസ് തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു എത്രത്തോളം ഒരു ഭാഗ്യമാണ്. സാധാരണ അതാണ് ഈ സർവീസിൻ്റെ സേവനത്തിൻ്റെ സേവനം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കടാക്ഷം, ഒരു ദൈവ കടാക്ഷം ഉണ്ടാവുക. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ദൈവകടാക്ഷം, കാരണം നമ്മൾ മറ്റുള്ള ആസക്തി രോഗികളെ സഹായിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മളൊരു ഒരു റോൾ ഏറ്റെടുക്കുകയാണ്. അത് നമുക്ക് അങ്ങനെ നമ്മൾ റോൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവവും ഒരു റോൾ ഏറ്റെടുക്കേണ്ടതാണ് സത്യം. എനിക്ക് നിലവിലിപ്പോൾ ചെറിയ രീതിയിൽ നിർത്തിയ പല ഹോബീസും തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പിന്നെ എന്തോ ഒരു പോസിറ്റിവിറ്റി, സോബറിറ്റി, സുബോധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ, അതാണ് എനിക്ക് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ സേവനം ചെയ്യുക. ഇതായിരിക്കണം ഫസ്റ്റ്. എല്ലാം അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. പക്ഷേ അവയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സ് ശക്തമായിരിക്കുക. നമ്മുടെ മാനസികാരോഗ്യത്തിന് സേവനം നിർബന്ധമാണ്. സേവനം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കാൻ നിർബന്ധമാണ്. എന്നെ ഏറ്റവും അധികം ഭരിക്കുന്ന ഒരു ആസക്തിയാണ് ഈ ഫോൺ അഡിക്ഷൻ, മാസ്റ്റർബേഷൻ. ഇതെന്നെ ശരിക്കും ഡിപ്രസ്ഡാക്കുന്നുണ്ട്. ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടെടുക്കുന്ന വിഷാദക്കുഴിയിലേക്ക് എന്നെ തള്ളിയിടാൻ ശക്തിയുള്ള പ്രേരണയുള്ള ഒരു സാധനമാണ്. ട്രെയിനിങ് ഗവൺമെൻറ് ഞാൻ എത്രത്തോളം ശക്തി ചെയ്യുന്നതെന്ന് മനസ്സിലായ ദിവസം 5 ദിവസത്തോളം അമ്പലത്തിൽ പോയില്ല, പുറത്തേക്ക് ഇറങ്ങിയില്ല. ഞാൻ ലിറ്ററലി ഞാൻ ഒരു ഭ്രാന്തനായി ലാപ്ടോപ്പിലേക്ക് ചെയിൻഡായി അഡിക്ഷൻ, റിലാപ്സ് പൂർണ്ണമായിട്ട് തന്നെ അതിനകത്ത് വൈകിട്ട് തിളക്കം നഷ്ടപ്പെടുത്തി. ഞാൻ തിരിച്ച് കരഞ്ഞ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് ആ സത്യമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ആളുകളുള്ളതുകൊണ്ടാണ്. അതാണ് സത്യം. ആളുകളുടെ നമ്മുടെ പേഴ്സണലായിട്ട് ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ചാൻസിറ്റി സ്കിൻ ഒരു സേവനത്തിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബാണ്. പിന്നെ ഗിയറ് മാറ്റുന്ന വഴിയാണ്. തുടക്കം നമുക്ക് മറ്റൊരാളായിട്ട് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതൊരു സേവനമാണ്. പക്ഷെ നമ്മുടെ എനർജി കൂടുന്നതനുസരിച്ച് നമുക്ക് സേവനം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും, കുറച്ചുകൂടി വലിയ റോൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമ്മൾ സോബറിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. സത്യസന്ധമായിട്ട് കള്ളത്തരം കാണിക്കാതെ ഒരു ക്വാളിറ്റി സോബറിറ്റി വർക്ക് എടുത്ത് മറ്റ് കുറേ ഭേദമാക്കി വായിച്ചിട്ടുള്ള കാര്യം. നമ്മൾ സോബറായിട്ട് നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ആ മീറ്റിങ്ങിൽ വില വരുന്നത്. നമുക്കൊരു വിശ്വാസം വരുന്നത് സോബറിറ്റിയുടെ അനൗൺസ് ചെയ്ത് മാന്യമായിട്ട് മനസ്സിലായി.